അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻസ് ടു ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. അതായത് ലാപ്ലേസ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാം, അത്തരം ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. അതായത് ഇവിടെ n=1, n=2, n=3, n=4 ഈ 4 ഇക്വേഷൻസും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം n=1 വരുമ്പം L of y dash is equal to S into L of y minus y of 0. ഇനി n=2 വരുമ്പോഴോ L of y double dash is equal to S square into L of y minus S into y of 0 minus y dash of 0. ഇനി n=3 വരുമ്പം L of y double y triple dash is equal to S cube L of y minus S square y of 0 minus S into y dash of 0 minus y double dash of 0. n=4 വരുമ്പം L of y raised to 4 is equal to S raised to 4 L of y minus S cube y of 0 minus S square y dash of 0 minus S into y double dash of 0 മൈനസ് y ട്രിപ്പിൾ ഡാഷ് ഓഫ് 0. അപ്പം ഈ 4 ഇക്വേഷൻസ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. 2000 ഏത് ഇയറിലാണെന്നറിയില്ല, ഏതോ ഒരു വർഷം 10 മാർക്കിന് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതുപോലൊരു മോഡൽ 10 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ 4 ഇക്വേഷൻസ് കാണാതെ പഠിക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് y ഡാഷ് പ്ലസ് 3y ഇസ് ഈക്വൽ ടു 13 sin 2t, y ഓഫ് 0 ഇസ് ഈക്വൽ ടു 6. അതായത് സോൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ലാപ്ലേസ് വെച്ചിട്ട് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് പറയുന്നത്. ലാപ്ലേസ് വെച്ചിട്ട് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം ഈ കൈൻഡ് ഓഫ് പ്രോബ്ലംസിൽ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം എല്ല് കൊടുക്കാം, ലാപ്ലേസ് കൊടുക്കാം. എന്ത് വരും? നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഡാഷ് പ്ലസ് 3y ഈസ് ഈക്വൽ ടു 13 sin 2t ആണ്. എല്ല് കൊടുക്കുമ്പം L ഓഫ് y ഡാഷ് പ്ലസ് L ഓഫ് 3y ദാറ്റ് ഈസ് ഈക്വൽ ടു L ഓഫ് 13 sin 2t വരും. L ഓഫ് y ഡാഷ് ഇപ്പോൾ തൊട്ട് മുൻപ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് L ഓഫ് y ഡാഷ് എന്നതാ? L ഓഫ് y ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S ഇൻറ്റു L ഓഫ് y മൈനസ് y ഓഫ് 0 ആണ്. S ഇൻറ്റു L ഓഫ് y മൈനസ് y ഓഫ് 0. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഇക്വേഷൻസ് പഠിച്ചു വെക്കാൻ പറഞ്ഞത്. പ്ലസ് ഇവിടുന്ന് നമുക്ക് 3നെ പുറത്തെടുത്താൽ L ഓഫ് y വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 13നെ ഞാൻ പുറത്തെടുത്താൽ L ഓഫ് സൈൻ 2t വരും. ഇനി S ഇൻറ്റു L ഓഫ് y മൈനസ് y ഓഫ് 0 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 6 പ്ലസ് 3 ഇൻറ്റു L ഓഫ് y ദാറ്റ് ഈസ് ഈക്വൽ ടു 13. L ഓഫ് സൈൻ 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? A ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ L ഓഫ് സൈൻ 2t എന്താ വരിക? എൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? 2. അപ്പം 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ വരും. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇത് സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. അതായത് വൈൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L ഓഫ് വൈനെ നമ്മൾ പുറത്തെടുക്കാൻ പോകാം. ഇവിടുന്ന് ഞാനിപ്പോൾ ഒരു L ഓഫ് വൈനെ പുറത്തെടുത്തു. ഇവിടുന്ന് L ഓഫ് വൈ പോയാൽ പിന്നെ ഇവിടെ ആരാ ഉള്ളത്? എസ്. പിന്നെ ഇവിടെ L ഓഫ് വൈ പോയാൽ പിന്നെ ഇവിടെ ആരാ ഉള്ളത്? 3. ബാക്കിയുള്ള സാധനം -6 ഞാൻ അതേപോലെ എഴുതി. -6 ഞാൻ പുറത്തെടുത്തില്ല. L ഓഫ് വൈ ഉള്ള സ്ഥലത്തുനിന്ന് അത് പുറത്തെടുത്തിട്ട് ബാക്കിയുള്ളത് ഞാൻ അതേപോലെ എഴുതി കൊടുത്തു. 13 ഇൻറ്റു 2 26 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് എഴുതി. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ -6നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. L ഓഫ് y ഇൻറ്റു എസ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു 26 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് 6. ഇനി ഇത് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയില്ല, എങ്ങനെ വരും? 26 പ്ലസ് 6 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യാന്ന്. ഇനി എങ്ങനെ വരും ഇത്? 26 പ്ലസ് 6 ഇൻറ്റു എസ് സ്ക്വയർ 6x സ്ക്വയർ 6 ഇൻറ്റു 4 24 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4. 26ഉം 24ഉം കൂടി ചേർത്ത് നമുക്ക് 50 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4. അപ്പോൾ ഇതെന്തായിരുന്നു?
എൽ ഓഫ് വൈ ഇൻറ്റു എസ് പ്ലസ് 3 എന്ന് പറയുന്നതാണ് 6s² പ്ലസ് 50 ഡിവൈഡഡ് ബൈ s² പ്ലസ് 4 എന്ന് എഴുതിയത്. നമുക്ക് വൈനെ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഈ വൈൻ്റെ കൂടെ എന്തൊക്കെ ഉണ്ടോ അതിനെല്ലാം നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ വൈൻ്റെ കൂടെ ഉള്ളതിനെല്ലാം നമ്മൾ അവിടെ നിന്ന് മാറ്റിയാലേ നമുക്ക് വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന എന്താ, ആദ്യം നമുക്ക് ഈ ടേമിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. ഇതിവിടെ ഗുണിച്ചതായതുകൊണ്ട് അപ്പുറത്തോട്ട് പോകുമ്പോൾ അതെന്താകും, ഹരണമാകും. അപ്പോൾ എൽ ഓഫ് വൈ ഈസ് ഈക്വൽ ടു 6s² പ്ലസ് 50 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3 ഇൻറ്റു s² പ്ലസ് 4, s പ്ലസ് 3 ഇൻറ്റു s² പ്ലസ് 4. ഇനി നമുക്ക് വൈ കിട്ടണം. വൈ കിട്ടണമെങ്കിൽ എല്ലിനെയും കൂടി അപ്പുറത്തോട്ട് കൊണ്ടുപോകണ്ടേ. അപ്പം ഇവിടെയുള്ള എല്ലിനെ നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ അതെന്താകും, എൽ ഇൻവേഴ്സ് ആകും. അതെങ്ങനെയാണ് എൽ ഇൻവേഴ്സ് ആകുന്നത്? ഇപ്പം ഈ എല്ലിനെ ഞാൻ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകുമ്പം ഇവിടെ ഗുണിച്ചതായതുകൊണ്ട് അവിടെ ചെല്ലുമ്പം അത് 1/L ആകും. ഈ എല്ലിനെ മേലോട്ട് എടുക്കുമ്പം ഇൻവേഴ്സ് ഒന്നുമില്ല, ഇവിടെയുള്ള എല്ല് അപ്പുറത്തോട്ട് എത്തുമ്പം എൽ ഇൻവേഴ്സ് ആകും. അപ്പം ഇവിടെയുള്ള എല്ലിനെ ഞാൻ അങ്ങോട്ടേക്ക് എടുത്തപ്പം ഇവിടെ ചെന്നപ്പോൾ അതെന്തായി, എൽ ഇൻവേഴ്സായി. ഇനി നമുക്കിതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പം ഇതിൻ്റെ ഇൻവേഴ്സ് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യണം. അതായത് ഈ ബ്രാക്കറ്റിലുള്ള സാധനത്തിൻ്റെ ഇൻവേഴ്സ് നമുക്കറിയാത്തത് കൊണ്ട് അതിന് ഏത് ടേംസിലോട്ട് മാറ്റണം, പാർഷ്യൽ ഫ്രാക്ഷൻസിലോട്ട് മാറ്റണം. അപ്പം ഞാൻ പറഞ്ഞു അടിയിൽ ഇത് ലീനിയർ ഫാക്ടറാണ് s+3. പോളിനോമിയൽ വിത്ത് ഡിഗ്രി 1 വന്നു കഴിഞ്ഞാൽ അതെന്താണ്, ലീനിയർ ഫാക്ടറാണ്. എസിൻ്റെ പവർ എന്താണ് ഇവിടെ 1 ആണ്. അപ്പോൾ ലീനിയർ ഫാക്ടർ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ എഴുതണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, a ഡിവൈഡഡ് ബൈ s+3. ഇതെന്താണ്, ഇതൊരു ലീനിയർ ഫാക്ടർ അല്ല. ഇവിടെ ഡിഗ്രി 1 അല്ല, 1നേക്കാൾ കൂടുതലാണ്. അപ്പോൾ അതെന്താണ്, ക്വാഡ്രാറ്റിക് ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ എഴുതേണ്ടത്, bs പ്ലസ് c ഡിവൈഡഡ് ബൈ s² പ്ലസ് 4. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. a കഴിഞ്ഞാൽ പിന്നെയുള്ള ടേംസാണ് ഇവിടെ എഴുതേണ്ടത്, ബിയും സിയും. ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒന്നെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെയുള്ള ടേം എന്താണോ അത് വെച്ചിട്ട് ഇക്വേഷനെ മൊത്തത്തിൽ ഗുണിക്കുക. അപ്പം s+3 ഇൻറ്റു s² പ്ലസ് 4 ഇൻറ്റു 1, ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ എന്ത് വരും, 6s² പ്ലസ് 50 ഡിവൈഡഡ് ബൈ s+3 ഇൻറ്റു s² പ്ലസ് 4 ഇൻറ്റു s+3 ഇൻറ്റു s² പ്ലസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ ഇക്വേഷനെ ഞാനിതാ ഇവിടെ എന്താണോ ഉള്ളത് അത് വെച്ചിട്ടാണ് അടുത്ത സ്റ്റെപ്പിൽ നമ്മളിപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇവിടെ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്താൽ, ഇവിടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു, എൻ്റെ കൂടെയും bs പ്ലസ് സിൻ്റെ കൂടെയും മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, s+3യും s+3യും വെട്ടിക്കളഞ്ഞു, s² പ്ലസ് 4ഉം ഇതും വെട്ടിക്കളഞ്ഞു. ഇവിടെ ഒരു s+3യും ഇതും വെട്ടിക്കളയാം, ഇവിടെ s² പ്ലസ് 4ഉം ഈ s² പ്ലസ് 4ഉം വെട്ടിക്കളഞ്ഞു. ബാക്കി എന്താ ഉള്ളത്, 6s² പ്ലസ് 50 ഈസ് ഈക്വൽ ടു a ഇൻറ്റു s² പ്ലസ് 4 പ്ലസ് bs പ്ലസ് c ഇൻറ്റു s പ്ലസ് 3. ഇനി നമുക്ക് ഈ എൻ്റെയും ബീൻ്റെയും സീൻ്റെയും വാല്യൂ കണ്ടുപിടിച്ചാലേ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്കിവിടെ എങ്ങനെ എൻ്റെയും ബീൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ ഇപ്പം ഞാൻ ഈ ടേം 0 ആക്കാൻ പറ്റുമോ, ഈ ടേം 0 ആക്കണമെങ്കിൽ ഇവിടെ -4 വരണം. അപ്പോൾ ഇവിടെ -4 ഒരിക്കലും വരില്ല, കാരണം എസ്സിന് ഞാനിപ്പോൾ ഒരു -2 കൊടുത്താലും 2 കൊടുത്താലും ഉത്തരം നമുക്ക് അവിടെ 4 അപ്പോൾ ഒരിക്കലും അത് 0 ആക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് 0 ആക്കാൻ പറ്റും, ഇവിടെ -3 കൊടുത്താൽ 0 ആക്കാൻ പറ്റും. s ഈക്വൽ ടു -3 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 0 ആയി പോകും. നമുക്ക് എൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പം എസ്സിന് ഞാൻ -3 കൊടുത്താൽ 6 ഇൻറ്റു -3² പ്ലസ് 50 ഈക്വൽ ടു a ഇൻറ്റു -3² പ്ലസ് 4 പ്ലസ് bs പ്ലസ് c ഇൻറ്റു -3 പ്ലസ് 3 എന്ത് വരും, 6 ഇൻറ്റു 9 പ്ലസ് 50 ഈക്വൽ ടു a ഇൻറ്റു 9 പ്ലസ് 4 പ്ലസ് bs പ്ലസ് c ഇൻറ്റു -3 പ്ലസ് 3 എന്താണ്, 0. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതെത്ര വരും, 104. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, 13a. ഇത് 0 ആയിപ്പോൾ. ദാറ്റ് ഈസ് a ഈക്വൽ ടു 104 ഡിവൈഡഡ് ബൈ 13 ഈക്വൽ ടു 8. അപ്പം എൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 8 കിട്ടി. ഇനി നമുക്ക് ബീനെയും സീനെയും കണ്ടുപിടിക്കണം. അപ്പം ഇവിടെ നമുക്ക് -3 കൊടുത്താൽ 0 കിട്ടും, ഇവിടെ കിട്ടില്ല. അപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, ഈ ഇക്വേഷനെ നമ്മൾ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതും. 6s²
പ്ലസ് 50 ഈസ് ഈക്വൽ ടു എ എസ് സ്ക്വയർ പ്ലസ് 4a പ്ലസ് ബി എസ് ഇൻറ്റു എസ് സ്ക്വയർ ബി എസ് സ്ക്വയർ ബി എസ് ഇൻറ്റു 3 എന്ത് വരും 3bs. ഇനി സി ഇൻറ്റു എസ് സി എസ് സി ഇൻറ്റു 3c. ഇനി നമുക്ക് വാല്യൂ നമുക്കിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് എൻ്റെ വാല്യൂ ആണ്. ഇനി നമുക്ക് എന്ത് വേണം ബീൻ്റെ വാല്യൂ വേണം. ബീൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം കോഎഫിഷ്യൻസ് തമ്മിൽ കമ്പയർ ചെയ്യാം. കമ്പയറിങ് കോഎഫിഷ്യൻസ് ഓഫ് എസ് സ്ക്വയർ. ഇവിടെ രണ്ട് സൈഡിലും കോഎഫിഷ്യൻസ് ഓഫ് എസ് സ്ക്വയർ വെച്ച് കമ്പയർ ചെയ്യാം. ഇവിടെ എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ് 6. ഇവിടെ എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ് എ. ഇനി ഇവിടെ എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ് ബി. വേറെ എവിടെയെങ്കിലും എസ് സ്ക്വയർ ഉണ്ടോ ഇല്ല. അപ്പോൾ 6 ഈക്വൽ ടു എ പ്ലസ് ബി കിട്ടി. എ നമുക്കറിയാം 8 ആണ്. അപ്പോൾ 6 ഈക്വൽ ടു 8 പ്ലസ് ബി ആണെങ്കിൽ ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഈ 8നെ 6ൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയാൽ മതി. ബി ഈസ് ഈക്വൽ ടു -2 കിട്ടും. ഇനി നമുക്ക് എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം സീൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ സീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം എസിൻ്റെ കോഎഫിഷ്യൻസിനെ കമ്പയർ ചെയ്യാം. ഇവിടെ എസ് ഉണ്ടോ ഇവിടെ എസ് ഇല്ല. അവിടെ എസ് ഇല്ലാത്തതുകൊണ്ട് കോഎഫിഷ്യൻ്റ് ഇല്ല. അപ്പോൾ അവിടെ എന്ത് വരും 0 ഈസ് ഈക്വൽ ടു. ഇനി അപ്പുറത്തെ സൈഡിലോട്ട് നോക്ക്. ഇവിടെ എസിൻ്റെ കോഎഫിഷ്യൻ്റ് ഏതാ നോക്കുക. ഇവിടെ എസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഒരെണ്ണം ഏതാ 3b. പിന്നെ ഇവിടെ എസിൻ്റെ കോഎഫിഷ്യൻ്റ് സി. ഇനി അവിടെ എസ് ഉണ്ടാവില്ല. അപ്പോൾ എന്ത് വരും 3b പ്ലസ് സി വരും. 3b പ്ലസ് സി. ഇനി നമ്മളിപ്പോൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് -2. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു -6c. -6c ആണ് എന്തെന്ന് പറഞ്ഞാൽ 0. സോ സി ഈക്വൽ ടു എന്താ വരിക +6. സോറി ഒരു മിസ്റ്റേക്ക് ഉണ്ട്. -6 പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. സോ സി ഈസ് ഈക്വൽ ടു -6ന് അപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ 6 +6 ആയി. ഇനി നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷൻസ് ഉണ്ടല്ലോ അതൊന്നും കൂടി എഴുതുക. എന്തായിരുന്നു 6s സ്ക്വയർ പ്ലസ് 50 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4ന് നമ്മൾ എന്തായിരുന്നു എഴുതിയത് എ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3 പ്ലസ് ബി എസ് പ്ലസ് സി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4. ഇപ്പം നമ്മൾ എയും ബിയും സിയും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഇതിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എക്ക് പകരം 8 ഇട്ട് കൊടുത്തു, ബിക്ക് പകരം -2ഉം സിക്ക് പകരം 6ഉം ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. നമുക്കറിയാം ഇപ്പോൾ 1 + 2/3നെ നമുക്ക് എങ്ങനെ എഴുതാം 1/2 കൂട്ടണം 2/3 എന്ന് എഴുതാം. അതേപോലെ ഈ പ്ലസ് ഉണ്ടല്ലോ ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. -2c ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 എന്നും 6 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 എന്നും എഴുതി. ഇനി ഇതെന്തായിരുന്നു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L ഓഫ് y ആയിരുന്നു. നമ്മൾ നേരത്തെ കാണാൻ വന്നത് y ഈസ് ഈക്വൽ ടു L ഇൻവേഴ്സ് s6x സ്ക്വയർ പ്ലസ് 50 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4 നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊന്നുകൂടി എടുത്തെഴുതുന്നു. L ഇൻവേഴ്സ് അപ്പുറത്തെ സൈഡിലും അപ്ലൈ ചെയ്യുക. 8 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3 മൈനസ് L ഇൻവേഴ്സ് 2c ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് L ഇൻവേഴ്സ് 6 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4. അപ്പോൾ നമുക്ക് y കണ്ടുപിടിക്കുന്നതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ നമ്മളിവിടെ ലാസ്റ്റ് ഫൈനൽ എത്തിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 8നെ നമ്മൾ പുറത്തെടുക്കുക. 8 ഇൻറ്റു L ഇൻവേഴ്സ് 1/s പ്ലസ് 3 മൈനസ് അടുത്തത് ഞാൻ 2നെ പുറത്തെടുത്തു. പിന്നെന്താ വരിക L ഇൻവേഴ്സ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് ഇവിടെ 6 ആണ്. അപ്പോൾ ഇവിടെ 6നെ പുറത്തെടുത്താൽ പിന്നെ അവിടെ എന്താ വരിക ഇവിടെ നിന്ന് ഇപ്പം ഞാൻ 6നെ പുറത്തെടുത്താൽ പിന്നെ അവിടെ വരിക 1/s സ്ക്വയർ പ്ലസ് 4 ആണ്. 1/s സ്ക്വയർ പ്ലസ് 4ൻ്റെ L ഇൻവേഴ്സ് നമ്മൾ പഠിച്ചിട്ടില്ല. ഇതിപ്പം 4നെ ഞാനിപ്പോൾ 2 സ്ക്വയർ എന്നാക്കി കൊടുത്തു. അപ്പം ഇവിടെ 2 വരികയാണെങ്കിൽ ഇതിൻ്റെ L ഇൻവേഴ്സിനെ നമുക്ക് സൈൻ 2t എന്ന് എഴുതാം. ഇതിൻ്റെ L ഇൻവേഴ്സ് നമുക്ക് സൈൻ 2t എന്ന് എഴുതാം. അപ്പോൾ നമുക്കിവിടെ എന്ത് വരണം ഒരു 2 വരണം. അതിനെന്ത് ചെയ്യാം നിങ്ങൾ 6നെ നമുക്ക് 3 ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് എഴുതാം. കാരണം നമുക്ക് ഇതിൻ്റെ L ഇൻവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എഴുതുക. അപ്പോൾ ഇങ്ങനെ ലോജിക്കലി ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ എഴുതാൻ.
അതായത് ഇവിടെ എന്ത് കൊടുത്താലാണോ നമ്മൾ പഠിച്ചതിൻ്റെ എൽ ഇൻവേഴ്സ് ഉള്ളത് അതിനനുസരിച്ച് വേണം നിങ്ങളത് അവിടെ കൊടുക്കാൻ. 8 ഇൻറ്റു എൽ ഇൻവേഴ്സ് 1/s+3 മൈനസ് 2 ഇൻറ്റു എൽ ഇൻവേഴ്സ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് 3നെ ഞാൻ പുറത്തെടുത്തു എൽ ഇൻവേഴ്സ് 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4. ദാറ്റ് ഈസ് 8 ഇൻറ്റു എൽ ഇൻവേഴ്സ് s+3 എന്താ വരിക? ഇതാ ഇത് മൂന്നും നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. എൽ ഇൻവേഴ്സ് 1/s+3, എൽ ഇൻവേഴ്സ് 1/s+a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e⁻−8. ഇവിടെ എൻ്റെ സ്ഥാനത്ത് ആരാ? 3. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താ വരിക? e⁻3t. ഇനി നമുക്കറിയാം എൽ ഇൻവേഴ്സ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് 80 ആണ്. ഇവിടെ എ സ്ക്വയറാണ്, ഇവിടെ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ സ്ക്വയറാണ്? 2ൻ്റെ സ്ക്വയർ. അപ്പോൾ എ എന്താണ്? 2, അതായത് കോസ് 2t എന്ന് വരും. ഇനി നമുക്കറിയാം എൽ ഇൻവേഴ്സ് എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ 80 ആണ്. ഇവിടെ എ ആണ് അല്ലേ, എൻ്റെ സ്ക്വയർ. ഇവിടെ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ൻ്റെ സ്ക്വയർ, അതായത് എ എന്താണ്? 2 ആണ്. അപ്പം സൈൻ 2t വരും. ഇത് മൂന്നും ഇനി നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കുക. എന്താ വരിക? 8 ഇൻറ്റു e⁻−3t മൈനസ് 2 ഇൻറ്റു കോസ് 2t പ്ലസ് 3 ഇൻറ്റു സൈൻ 2t എന്ന് വരും. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് y" പ്ലസ് y = t, y ഓഫ് 0 = 1, y' ഓഫ് 0 = -2. അതായത് ലാപ്ലേസ് വെച്ചിട്ട് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണം. ഇതിൻ്റെ ഉത്തരമായിട്ട് വരും y ആണ്. y കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. അപ്പം എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തെഴുതുക. y" പ്ലസ് y = t. ഇനി ലാപ്ലേസ് വെച്ചിട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിൽ രണ്ട് സ്ഥലത്തും ലാപ്ലേസ് അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? L of y" പ്ലസ് L of y = L of t. അപ്പം L of y" വേണം. L of y" എന്താണ്? ഇതാണ് L of y'. തൊട്ട് മുമ്പിൽ നമ്മൾ ഈ ടോപ്പിക്ക് തുടങ്ങുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് പകരം അത് കൊടുക്കുക. എന്ത് വരും? s² ഇൻറ്റു L of y മൈനസ് s ഇൻറ്റു y ഓഫ് 0 മൈനസ് y' ഓഫ് 0 പ്ലസ് ഇവിടെ എന്തുണ്ട്? ഒരു L of y ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു L of t. ഇനി s² ഇൻറ്റു L of y മൈനസ് s ഇൻറ്റു y ഓഫ് 0 എന്താണ്? 1 മൈനസ് y' ഓഫ് 0 എന്താണ്? -2 പ്ലസ് L of y = L of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1/s². s² ഇൻറ്റു L of y മൈനസ് s, ഈ മൈനസും മൈനസും കൂടി പ്ലസ് 2 പ്ലസ് L of y = 1/s². ഇനി നമ്മൾ എന്തായിരുന്നു കഴിഞ്ഞ പ്രോബ്ലത്തിലെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്? L of y വരുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? L of y വരുന്ന സ്ഥലത്ത് നിന്ന് അത് പുറത്തെടുക്കുക ചെയ്തത്. ഞാൻ L of yനെ ഇവിടെ നിന്ന് പുറത്തെടുത്താൽ പിന്നെ അവിടെ ഉള്ളത് s². ഇവിടെ നിന്ന് L of yനെ പോക്കിയാൽ പിന്നെ അവിടെ ഒന്നുമില്ല. അപ്പോൾ എന്തിടണം? 1 ഇടണം. ബാക്കി L of y ഇല്ലാത്ത ടേംസ് അതേപോലെ എഴുതി കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/s². ഇനി നമുക്ക് വേണ്ടത് വൈനെ കണ്ടുപിടിക്കാൻ. അപ്പോൾ വൈൻ്റെ കൂടെ എന്തൊക്കെയുണ്ടോ അതിനെല്ലാം അപ്പുറത്തോട്ടേക്ക് നമ്മൾ എടുക്കണം. ആദ്യം നമുക്ക് ഇതിനെ കൊണ്ടുപോകാം. അപ്പം L of y ഇൻറ്റു s² പ്ലസ് 1 = 1/s². ഈ മൈനസ് എസ് അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താകും? പ്ലസ് എസ് ആകും. ഈ +2 അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താകും? -2 ആകും. ഇതിനെങ്ങനെയാണ് ചെയ്യുക? 1 പ്ലസ് s-2 ഇൻറ്റു s² ഡിവൈഡഡ് ബൈ s². അതായത് ഇപ്പോൾ ഒരു 1 - 3/2 എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യും? ഈ 1നെ ആദ്യം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ബാക്കിയുള്ള സാധനങ്ങൾ അതേപോലെ എഴുതി കൊടുക്കും. അത്രേ ഉള്ളൂ. ഇനി ഇതൊന്ന് നമ്മൾ ഉള്ളിലോട്ടെടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 1 പ്ലസ് s² ഇൻറ്റു s³ മൈനസ് 2 ഇൻറ്റു s² മൈനസ് 2s² ഡിവൈഡഡ് ബൈ s². അപ്പം L of y ഇൻറ്റു s² പ്ലസ് 1 നമുക്കിത് കിട്ടി. ഇനി നമുക്ക് L of y ഇതിനപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പം L of y = ഇത് ഇവിടെ ഇൻറ്റു ചെയ്തതായതുകൊണ്ട് അപ്പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യണം? ഗുണിക്കണം. s² ഇൻറ്റു s² പ്ലസ് 1. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് y അല്ലേ. അപ്പം എല്ലിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. അപ്പുറത്തോട്ട് എല്ലിനെ കൊണ്ടുപോകുമ്പോൾ അത് എന്താകും? ഇൻവേഴ്സ് ആകും.
1 പ്ലസ് എസ് ക്യൂബ് മൈനസ് 2s² ഡിവൈഡഡ് ബൈ s² ഇൻറ്റു s² പ്ലസ് 1. അപ്പം ഇവിടെ നമ്മൾ ഇത്രയും വലിയൊരു ടേമിൻ്റെ ഇൻവേഴ്സ് പഠിച്ചിട്ടില്ല. അപ്പം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യണം. അതായത് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ടേംസിനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻസിലോട്ട് മാറ്റണം. അപ്പം ഇതിനെ നമുക്ക് ഒന്നുകൂടി എടുത്തെഴുതാം. അപ്പം ഞാൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ടേംസിന് ഒന്നുകൂടി എടുത്തെഴുതി. ഇതിനെ നമുക്കൊന്ന് പാർഷ്യൽ ഫ്രാക്ഷൻസിലോട്ട് മാറ്റിയാൽ മാത്രമേ ഇതിൻ്റെ ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെ എഴുതാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം s² എന്ന് പറയുന്നത് എന്താ? ലീനിയർ ഫാക്ടറാണ്. അപ്പം s² നമുക്ക് എങ്ങനെ എഴുതാം? a ഡിവൈഡഡ് ബൈ s പ്ലസ് b ഡിവൈഡഡ് ബൈ s². ഇതെന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഫാക്ടറാണ്. ഇതെന്ന് പറയുന്നത് എസ്സിൻ്റെ ഹോൾ സ്ക്വയർ ആട്ടോ. ഇവിടെ എസ്സിൻ്റെ പവർ 1 ആണ്, എസ്സിൻ്റെ ഹോൾ സ്ക്വയർ ആണ്. അപ്പം ഇതെന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഓൾറെഡി ബിയും എയും എഴുതിയത് കൊണ്ട് CS പ്ലസ് ഡി ഡിവൈഡഡ് ബൈ s² പ്ലസ് 1 എന്ന് എഴുതാം. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ഇക്വേഷനെ നമുക്ക് ഇത് വെച്ചിട്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? 1 ഇൻറ്റു s² ഇൻറ്റു s² പ്ലസ് 1. അപ്പം 1 പ്ലസ് s ക്യൂബ് മൈനസ് 2s² ഇൻറ്റു s² ഇൻറ്റു s² പ്ലസ് 1 ഡിവൈഡഡ് ബൈ s² ഇൻറ്റു s² പ്ലസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു a ഇൻറ്റു s² ഇൻറ്റു s² പ്ലസ് 1 ഡിവൈഡഡ് ബൈ s പ്ലസ് b ഇൻറ്റു s² ഇൻറ്റു s² പ്ലസ് 1 ഡിവൈഡഡ് ബൈ s² പ്ലസ് CS പ്ലസ് d ഇൻറ്റു s² ഇൻറ്റു s² പ്ലസ് 1 ഡിവൈഡഡ് ബൈ s² പ്ലസ് 1. ഇനി എന്താ ചെയ്യുന്നത്? ഇതും വെട്ടിപ്പോയി, ഇതും വെട്ടിപ്പോയി. പിന്നെ അവിടെ എന്തോ ഉള്ളൂ? 1 പ്ലസ് s ക്യൂബ് മൈനസ് 2s². ഇവിടെ ഈ s²ഉം ഒരു എസ്സും വെട്ടിപ്പോയാൽ പിന്നെ അവിടെ ഒരൊറ്റ എസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഈ s²ഉം s² വെട്ടിപ്പോയാൽ b ഇൻറ്റു s² പ്ലസ് 1. ഇവിടെ s² പ്ലസ് 1ഉം s² പ്ലസ് 1ഉം വെട്ടിപ്പോയാൽ CS പ്ലസ് d ഇൻറ്റു s². ഇനി നമുക്ക് ABCD ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ എസ്സിന് ഇവിടെ ഇപ്പോൾ 0 ആക്കാൻ പറ്റില്ല. കാരണം എസ്സിന് നമ്മൾ -1 കൊടുത്താലും സ്ക്വയർ ചെയ്ത് അത് 1 ആയി പോകും. അതുകൊണ്ട് അത് നമുക്ക് 0 ആക്കാൻ പറ്റില്ല. ഇവിടെ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എസ്സിന് 0 കൊടുത്താൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി പോകും? ഇത് 0 ആയി പോകും. പക്ഷേ ഈ ടേംസൊക്കെ എന്തായി കിടക്കും? അതേപോലെ തന്നെ കിടക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, എസ്സിനൊന്ന് 0 കൊടുത്തു നോക്കാം. എസ്സിന് 0 കൊടുത്താൽ ഇവിടെ എന്ത് വരും? 1 പ്ലസ് 0 മൈനസ് 0 ഈക്വൽ ടു a ഇൻറ്റു 0 പ്ലസ് b ഇൻറ്റു 0 പ്ലസ് 1 പ്ലസ് CS പ്ലസ് d ഇൻറ്റു 0. അപ്പോൾ 1 ഈക്വൽ ടു ഇത് 0 ആയിപ്പോയി. ഇതെന്താ? പ്ലസ് b, അതും 0 ആയിപ്പോയി. ദെർഫോർ നമുക്ക് b എന്ത് കിട്ടി? 1 കിട്ടി. അപ്പം ഇനി നമുക്ക് എസ്സിന് വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം അവിടെ ഇനി 0 ആയി പോകില്ല. അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യണം? ഇത് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. അപ്പം 1 പ്ലസ് s ക്യൂബ് മൈനസ് 2s² ഈക്വൽ ടു as ഇൻറ്റു s² as ക്യൂബ് പ്ലസ് as ഇൻറ്റു 1 as പ്ലസ് b ഇൻറ്റു s² bs² പ്ലസ് b ഇൻറ്റു 1 b പ്ലസ് CS ഇൻറ്റു s² CS ക്യൂബ് CS ഇൻറ്റു d പ്ലസ് CDS. ഇനി എന്ത് ചെയ്യുക? നമുക്കിപ്പോൾ ബിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു, a കണ്ടുപിടിക്കണമല്ലോ. അപ്പം a കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിപ്പം s³ കോഎഫിഷ്യൻസ് തമ്മിൽ കമ്പയർ ചെയ്യാം. അപ്പം s³ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുമ്പം ഇവിടെ ഒരു എയും പിന്നെ ഇവിടെ ഒരു സിയും വരും. പക്ഷേ സിൻ്റെ വാല്യൂ നമുക്കറിയില്ല. അപ്പോൾ ഇപ്പം അത് നടക്കില്ല. ഇനിയിപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ s² d ആണ് എഴുതിയപ്പോൾ തെറ്റിപ്പോയി. s² ഇൻറ്റു d s² d ആണ്. അപ്പം നമുക്ക് ആദ്യം എന്ത് കമ്പയർ ചെയ്യാം? s² കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യാം. കമ്പയറിങ് കോഎഫിഷ്യൻസ് ഓഫ് s². ഇവിടെ s² ആകെ ഉള്ളത് ഇതാണ്. അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? -2. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ s² കോഎഫിഷ്യൻ്റ് എന്താണ്?
ബി. പിന്നെ എസ് സ്ക്വയർ ഉള്ളത് ഇവിടെയാണ്. ഇവിടെ എസ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണ്? ഡി. അപ്പം -2 = ബി പ്ലസ് ഡി. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1+1. അപ്പോൾ 1+d. അപ്പോൾ -2 = 1+d കിട്ടി. ഡി കണ്ടുപിടിക്കാൻ 1ന് അപ്പുറത്തോട്ട് എടുത്താൽ മതി. -2 - 1. ഡി = നമുക്ക് എന്ത് കിട്ടും? -3 കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് എസിൻ്റെ കോയിഫിഷ്യൻസിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എ കിട്ടും. കമ്പയറിങ് കോയിഫിഷ്യൻസ് ഓഫ് എസ്. ഇവിടെ എസ് ഉണ്ടോ? ഇല്ല. അവിടെ എസ് ഇല്ലാത്തത് കൊണ്ട് 0. ഇനി ഇവിടെ എസ് ഉള്ളത് എവിടെയാണ്? എൻ്റെ കൂടെ. പിന്നെ ഇവിടെ എവിടെയെങ്കിലും എസ് ഉണ്ടോ? ഇല്ല. അപ്പം എ = 0 കിട്ടും. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സി ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? കമ്പയറിങ് കോയിഫിഷ്യൻസ് ഓഫ് എസ് ക്യൂബ്. ഇവിടെ എസ് ക്യൂബ് ഉണ്ട്. എസ് ക്യൂബിൻ്റെ കോയിഫിഷ്യൻ്റ് അവിടെ എന്താണ്? 1 ആണ്. ഈക്വൽ ടു ഇവിടെ എസ് ക്യൂബിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണ്? എ ആണ്. ഇനി ഇവിടെ എസ് ക്യൂബ് കോയിഫിഷ്യൻ്റ് വരുന്നത് സി. അപ്പോൾ എ പ്ലസ് സി = 1. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0. ദാറ്റ് ഈസ് സി = നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. സി = 1. അപ്പോൾ എ ബി സി ഡി ഇതിൻ്റെയൊക്കെ വാല്യൂസ് നമുക്ക് കിട്ടി. ഇനി നമുക്കത് ഇട്ട് കൊടുക്കാം. അപ്പം എ = 0, ബി = 1, സി = 1, ഡി -3 കിട്ടി. നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷനിൽ എക്ക് പകരം ഞാൻ 0 കൊടുത്തു, ബിക്ക് പകരം 1, സിക്ക് പകരം എന്ത് കൊടുത്തു? 1. 1 × എസ്. ഡിക്ക് പകരം എന്ത് കൊടുത്തു? -3 കൊടുത്തു. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇത് മൊത്തത്തിൽ എന്തായിപ്പോയി? 0 ആയിപ്പോയി. ഇനി ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. നമുക്കറിയാം ഇപ്പം 1 - 3/2 എങ്ങനെ എഴുതാം? 1/2 - 3/2 എന്ന് എഴുതാം അല്ലേ? ഇതിനെ രണ്ടിനെയും വേറെ വേറെ ആക്കി എഴുതാം. അതേപോലെ s - 3 / s² + 1 ഞാൻ എങ്ങനെ എഴുതി? ഇതാ s / s² + 1 എന്നും -3 / s² + 1 എന്നും സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അപ്പം നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ y = L−1. ഈ ഒരു സംഭവം നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരമാണ് ഇപ്പം നമ്മളിതാ ഇത് കണ്ടുപിടിച്ചത്. ഇതിവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? L−1 1/s² + L−1 s / s² + 1 -L−1 3 / s² + 1. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? L−1 1/s² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ആണ്. നമ്മൾ എഴുതിയ റിസൾട്ടുകളിലുണ്ട് ടി ആണ്. പ്ലസ് L−1 s / s² + 1 എന്താ? L−1 s / s² + a² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos 80 ആണ്. ഇവിടെ എൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താ കിടക്കുന്നത്? 1 ആണ്. 1² 1 തന്നെയാണ്. അപ്പം cos t വരും. മൈനസ് ഈ 3നെ നമുക്ക് പുറത്തെടുക്കാം. 3 × L−1 1/s² + 1. ഇനി L−1 1/s² + a² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? sin 80 ആണ്. അപ്പം ഇവിടെ എൻ്റെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? എൻ്റെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്നത് 1 ആണ്. അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് t + cos t - 3 എന്ത് വരും? sin t എന്ന് വരും.